നാട്ടിലൊക്കെ പറയാമല്ലോ ഒരു പഴഞ്ചൊല്ല്, വെല്ലുവിളിക്കുമ്പോൾ തരത്തിന് പോയി വെല്ലുവിളിക്കുന്നൊക്കെ. അതേപോലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ ബ്രസീലുകാർ കുടുങ്ങിയിരിക്കുന്നത്. ബ്രസീൽ ഫാൻസ് ആയിക്കോട്ടെ, ബ്രസീലിൻ്റെ കളിക്കാരായിക്കോട്ടെ, വെല്ലുവിളി അതിന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. റഫീനിയ, മാർക്കീനസ്, റോഡ്രിഗോ, വിനീഷ്യസ് തുടങ്ങിയവരെല്ലാം വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് കളിക്ക് മുമ്പ്. പക്ഷെ കളി കഴിഞ്ഞ ശേഷം ഇവരെ ആരെയും കാണാനില്ല എന്നുള്ളൊരവസ്ഥയിലാണ് ഇപ്പോൾ ബ്രസീൽ ഫാൻസും ബ്രസീൽ ടീമും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ആവേശകരമായ മത്സരത്തിൽ 1-4 ഗോൾക്കാണ് അർജന്റീന വിജയിച്ച് കയറിയത്. ഈ അടുത്ത കാലത്തൊന്നും അർജന്റീന ഇത്ര വലിയൊരു വിജയം ബ്രസീലിനെ മേലെ നേടിയിട്ടില്ല. 2019 ശേഷം അർജന്റീന ബ്രസീലിനോട് ഇതുവരെ തോറ്റിട്ടില്ല. അതിൽ ഇതുവരെ വിജയിച്ച കളികളെല്ലാം 1-0, 1-1 സമനിലയായിട്ടുണ്ട്. 2 ഗോളിന് അർജന്റീന 2019 അവസാനമായി തോറ്റത്. പക്ഷെ ഇത് വല്ലാത്തൊരു കളിയായിപ്പോയി. കളി ഏകപക്ഷീയമായിട്ട് അർജന്റീനയുടെ കയ്യിലായിരുന്നു തുടക്കം മുതൽ അവസാനം വരെ. ഫസ്റ്റ് ഹാഫിൽ തന്നെ 3-1 അർജന്റീനയുടെ റൊമാരിയോ വരുത്തിയ ഒരു ഡിഫൻസിലെ പിഴവ് കൊണ്ട് ബ്രസീൽ നേടിയ ഒരു ഗോള്, ബ്രസീൽ ദാനമായി കിട്ടിയൊരു ഗോൾ തന്നെ പറയാം. കളിച്ചു നേടിയതല്ല. ആ ഗോൾ വെച്ചാൽ തീർത്തും മോശമായ രീതിയിലായിരുന്നു ബ്രസീലിൻ്റെ കളി. പക്ഷെ ഇവർ വെല്ലുവിളികൾ അർജന്റീനയുടെ വെല്ലുവിളി നടത്തിയത് റൊമാരിയോയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ റഫീനിയെ കൊണ്ട് പറയിപ്പിക്കുന്ന പോലെ ഒരു സീനാണ്. റഫീനിയനോട് പറയുന്നുണ്ട് അർജന്റീനയ്ക്കെതിരെ ജയിക്കില്ല, ഞങ്ങൾ ജയിക്കും. അർജന്റീനയ്ക്കെതിരെ നിങ്ങൾ ഗോൾ അടിക്കില്ല, ഞാൻ ഗോൾ അടിക്കും. അർജന്റീനയ്ക്ക് തന്നെ നിങ്ങൾ ഗ്രൗണ്ടിലും പുറത്തും നേരിടില്ല, ഞാൻ നേരിടും. പിന്നെ ഒരു എഫ് വെച്ചിട്ടുള്ളൊരു വേർഡ് വെച്ചിട്ട് ഇത് ചെയ്യില്ല, അത് ഞാൻ ചെയ്യും അവർക്കത്. അപ്പോൾ ഇത് അർജന്റീനയിലും പുറത്തും അർജന്റീന ആരാധകരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നിറയെ ഇങ്ങനെ സെൻഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു റഫീനയുടെ പ്രസ്താവന. അത് അർജന്റീനൻ ആരാധകർക്കും അതേപോലെ കളിക്കാർക്കും ഭയങ്കരമായിട്ട് ഇത് വരുന്നുണ്ട്. റഫീന പോലെ പ്ലെയർ എന്നൊന്നും ഒരിക്കലും പ്രതീക്ഷയില്ല. എന്താണ് ബാഴ്സലോണയിൽ മിന്നും ഫോമിൽ നിൽക്കുകയാണ്. ഈ ബാഴ്സലോണയുടെ ഒരു സപ്പോർട്ട് റഫീനിയ ഇവിടെയും കിട്ടുന്ന ആൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഇവിടെ കളി മാറി. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ ആൾക്ക് ഭയങ്കര നിരാശ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ അർജന്റീന ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ക്വാളിഫൈ നേടിയിട്ടുണ്ട്. വേൾഡ് കപ്പ് 2026 വേൾഡ് കപ്പിന് ക്വാളിഫൈ നേടിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രൗണ്ടിൽ എത്തുന്ന മുമ്പ് ബസ്സിൽ നല്ല ആടിയും പാടിയും ഗ്രൗണ്ടിലും അതേപോലെ നല്ല സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവർ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഫ്രീ ഓഫ് മൈൻഡിൽ ആയിട്ടാണ് ഇവർ കളി തുടങ്ങിയത്. കളി തുടങ്ങി 5-ാം മിനിറ്റ് തന്നെ ജൂലിയൻ ആൽവാസിന്റെ ഒരു ഗോളും അടിച്ചു. പിന്നെ ഒരു തിരിച്ചു ഗോൾ അടിക്കാൻ ഉള്ളൊരു അറ്റംപ്റ്റില്ല, ഒന്നും ബ്രസീലിനെ കൊണ്ട് ഒന്നും എത്തുന്നില്ല. മിഡ്ഫീൽഡില്ല, ഫോർവേഡ്സ് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ സ്തബ്ധമായി. അതിൻ്റെ ഇടയിൽ കുറേ വാക്പോരുകളും ഗ്രൗണ്ടിൽ കശവിശകളൊക്കെ ഉണ്ടായിരുന്നു. റഫീനിയൻ്റെ ഈ ഒരു ഇത് കാരണം അർജന്റീന എല്ലാ പ്ലേയേഴ്സും റഫീനിയോട് ചൂടാവുണ്ടായിരുന്നു. ടാഗ്ലിഫിക്കോ ഫൗൾ ചെയ്തതിന് ടാഗ്ലിഫിനോ തള്ളിയിട്ടു. അപ്പോൾ പാരഡൈസും എൻസോ ഫെർണാണ്ടസ് ഒക്കെ വന്നിട്ട് റഫീനിയായിട്ട് ഒന്നും തള്ളുമല്ലായിട്ട് അങ്ങനെ ഉള്ള പ്രശ്നം ഉണ്ടായിരുന്നു. ഇത് ഇത്രയും വലിയൊരു ഇതിലേക്ക് പോകാൻ കാരണം എന്ന് പറഞ്ഞാൽ റഫീനയുടെ ഒരു പ്രസ്താവന തന്നെയാണ്. അത് മാധ്യമങ്ങളും ഏറ്റുപിടിച്ചു. അതോടുകൂടിയിട്ട് ഇത് ആളിക്കത്തായിരുന്നു ഈ ഒരു പ്രസ്താവന. അതൊരു വടി കൊടുത്ത് അടിവാങ്ങി എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു ബ്രസീൽ ടീം മൊത്തം ഇന്നലെ. കാരണം ബ്രസീൽ ഫാൻസുകാർക്കും ഏകദേശം അറിയാമായിരുന്നു അർജന്റീന ഇത്രയും നല്ലൊരു ടീമായി നിൽക്കണം, ഞങ്ങൾക്ക് അവരോട് മുട്ടിയാൽ ഏതുവരെ. ഞാനും ഇന്നലത്തെ പ്രൊഡിക്ഷൻ പറയേണ്ടത് 1-0 ആയിരുന്നു ജയിക്കാൻ ചാൻസ്. പക്ഷെ ഇന്നലെ മെസ്സി ഇല്ലാതെ കൂടെ അർജന്റീനയുടെ ആ കളിമിക്കവ്, ഒരു 90 മിനിറ്റിൽ ഒരു കോർണർ കിക്ക് വരെ ബ്രസീലിന് കിട്ടാൻ കഴിഞ്ഞില്ല. ആകെ കിട്ടിയ ഒരു ബോക്സിലേക്കുള്ള ഒരു ബോൾ അടിച്ച് കയറിയത് റഫീനിയ കിട്ടിയ ഫ്രീ ബോക്സിൽ തട്ടി ഉരുമി പുറത്തു പോയി. അല്ലാതെ ചുരുങ്ങിയത് ഹാഫ് ടൈമിന് ശേഷം ഒരു 3 ഗോളൊക്കെ കിട്ടി 7-അപ്പ് വീണ്ടും ആ ഒരു ഇതിലേക്ക് വരുന്നെല്ലാം പ്രതീക്ഷ. എല്ലാവരും ആ ഒരു ഇതിലായിരുന്നുണ്ടായിരുന്നു. കളി കണ്ട മിക്ക ആൾക്കാർക്കും ആ കളിയെക്കുറിച്ച് വലിയതെന്ന് പറയാം. ബ്രസീൽ അത്രയും മങ്ങിയ ഒരു കളിയായിരുന്നു. അപ്പോൾ ഇനിയെങ്കിലും ഓർക്കുക, വെല്ലുവിളിക്കുമ്പോൾ തരത്തിനെത്ത ആൾക്കാരെ വെല്ലുവിളിക്കുക. ബ്രസീലിന് തിരിച്ചു വരാനായി കാത്തിരിക്കുക. ലോക ഫുട്ബോൾ അടക്കി വാഴുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ബ്രസീലിന്. അതിലൂടെ തിരിച്ചു വരാനായി കാത്തിരിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി എത്തുന്നവരെ ടാറ്റ ബൈ ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.